കോൺഗ്രസിൽ നിന്നും വിമർശനം രൂക്ഷമാകുമ്പോഴും പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറാകുന്നില്ല. റഷ്യയിൽ നിന്നും ദില്ലിയിലെത്തിയ തരൂർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തെങ്കിലും മാധ്യമങ്ങൾക്ക് മുഖം നൽകിയില്ല. പറക്കാൻ ആരുടെയും അനുവാദം വേണ്ടെന്ന് ട്വീറ്റ് ചെയ്ത തരൂരിനെതിരെ മാണിക്യം ടാഗോർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. തരൂരിനെതിരെ നടപടി വേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡുള്ളത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത് ഇപ്പോൾ ശ്രീ മാണിക്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരനും ഈ പക്ഷിയും പറക്കലും ഒക്കെ ബന്ധപ്പെട്ട വലിയ വിമർശനം തരൂരിനെതിരെ നടത്തുകയാണ്. സാധാരണഗതിയിൽ പരസ്യമായി വിമർശിക്കുന്ന തരൂർ ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല, ഈ ഘട്ടത്തിൽ മിണ്ടുന്നില്ല. ഹൈക്കമാൻഡും തരൂരിനോട് നടപടി എടുക്കാൻ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സിബി ജോസഫ്. അജിംഷാദ്, ശശി തരൂർ മാധ്യമങ്ങൾക്ക് മുഖം നൽകുന്നില്ലെങ്കിലും അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കൃത്യമായ മറുപടി കോൺഗ്രസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പക്ഷിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട, ചിറകുകൾ നിങ്ങളുടേതാണ്, ഇനി ഈ ആകാശം ആരുടെയും സ്വന്തമല്ലോ എന്ന രീതിയിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ കൃത്യമായ ഒളിയമ്പ് അദ്ദേഹം ഏകുകയും ചെയ്തു. എന്തായാലും അതിനെതിരെ മാണിക്യം ടാഗോർ അടക്കമുള്ള എം പിമാർ രംഗത്ത് വന്നെങ്കിലും ശശി തരൂർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തരൂർ സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രതികരണം നൽകാനുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി അത് വാഹനത്തിന് പോകുമ്പോഴാണ് പോലും അദ്ദേഹം കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും അദ്ദേഹത്തിന് പറയേണ്ടത് അത് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്ന ആൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹം 2 ദിവസങ്ങളിലായി ഇപ്പോൾ മോസ്കോയിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം നൽകുന്നില്ല, അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾ പോലും നമ്മോട് സംസാരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന് നീക്കം ഇനി ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയാണ്. ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയം എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഹൈക്കമാൻഡും അത് നിരീക്ഷിച്ച് വരികയാണ്. ഇനിയൊരു ചർച്ചയ്ക്ക് ശശി തരൂരുമായി ഹൈക്കമാൻഡ് തയ്യാറല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയും ശശി തരൂർ BJP-യിലേക്ക് പോകുമ്പോൾ അതിൽ മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹം BJP-യുമായി അടുക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും ശശി തരൂർ നമുക്കറിയാം, ഒരു ആഗോളതലത്തിൽ പോലും ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളടക്കം അദ്ദേഹത്തിന് പല രീതിയിൽ നയതന്ത്ര ചർച്ചകളിലെല്ലാം നിലയിൽ പങ്കെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം മോസ്കോയിലേക്ക് പോകുമ്പോഴും അത് മോദിര ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോയി എന്ന രീതിയിലെല്ലാം നിലയും വാർത്തകൾ വന്നിരുന്നു. സ്വാഭാവികമായും ശശി തരൂരിനെ നേരിട്ട് BJP അംഗത്വം നൽകിക്കൊണ്ട് തിരിച്ച് ഒരു BJP-യിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു രീതിയേക്കാൾ അപ്പുറമായി ശശി തരൂരിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യമൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വിദേശ രാജ്യങ്ങളുടെ ഒരു പ്രത്യേക പദ്ധതിയോ അല്ലെങ്കിൽ ഇപ്പോൾ G20 ഷെർപ്പ പദവിയോ ഒക്കെ ഇപ്പോൾ ഒഴിഞ്ഞെടുക്കുകയാണ്. അത് അവിടെ നിന്നും അമിതാഭ് കാന്ത് കഴിഞ്ഞ ദിവസം അവിടെ നിന്നും പദവിയിൽ നിന്നും മാറി നിന്നു, ആ ഒരു പദവി ഒഴിഞ്ഞെടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സുപ്രധാനമായ ഒരു പദവി നൽകിക്കൊണ്ട് പതുക്കെ BJP-യിലേക്ക് അടുപ്പിക്കുക എന്നുള്ള നിലപാടുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലെല്ലാം തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടത് ശശി തരൂരാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് BJP-യും അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ തന്നെ വലിയ ഓഫറുകൾ ശശി തരൂർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനി തീരുമാനം പറയേണ്ടത് ശശി തരൂരാണ്. എന്തായാലും BJP-യിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നു തൻ്റെ വാക്കുകളെ എന്നെല്ലാം ശശി തരൂർ പറയുമ്പോഴും കൃത്യമായി കോൺഗ്രസിനെതിരെ അദ്ദേഹം തുറന്നടിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് ഒരു കഴിഞ്ഞ ദിവസം പക്ഷിയുടെ ഒരു ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ ആ ഒരു സന്ദേശം അത് ഏറെ വലുതാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തീർച്ചയായും അതിനെതിരെയാണ് കൂടുതലും. ഇപ്പോൾ മുരളീധരനും അതിനെതിരെ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ ഒറ്റയ്ക്ക് പറന്നു കളയരുത്, കരിഞ്ഞു പോകുമെന്നൊക്കെയുള്ള പരിഹാസം, അതും KC വേണുഗോപാൽ ഇരിക്കുന്ന വേദിയിൽ. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്നത് ശശി തരൂരിനെതിരെ കൃത്യമായൊരു നിലപാടിലേക്ക് പോകാൻ ഹൈക്കമാൻഡ് ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അത്രയേറെ ദൗർബല്യം ആ വിഷയത്തിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്ന ഒന്ന്. എന്തായാലും നിർഭൻ ചക്രവർത്തിയും സിബി ജോസഫുമാണ് വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ സമഗ്രമായി നൽകിയത്.